ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. വീണ്ടും നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ആർക്കും നിന്ന് തിരിയാൻ സമയമില്ല. കാരണം ഇന്ന് ആരുടെ പേരാ വരുന്നത് എന്ന് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും കുറേയധികം ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിന് കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ പേരുകളോ അല്ലെങ്കിൽ അവരുടെ മുഖമോ ഒന്നും പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആർക്ക് നേരെയും ആർക്കും എന്ത് ആരോപണവും വിളിച്ചു പറയാം. അവൻ എന്നെ പീഡിപ്പിച്ചു, ഇവൻ എന്നെ അങ്ങനെ പറഞ്ഞു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പീഡനം എന്ന് പറയുന്ന വാക്ക് പോലും ആ വാക്കിന് ഈ പറയുന്ന നമ്മളെപ്പോലെ ചിന്തിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടെങ്കിൽ അത് ലജ്ജിച്ചു പോയേനെ. വാക്കിന് പണ്ടൊക്കെ അത്രമാത്രം വാല്യൂ ആൾക്കാർ കൊടുക്കുമായിരുന്നു. അയ്യോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാർക്ക് നാണക്കേടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് നാണക്കേടുണ്ടായാലും കുഴപ്പമില്ല, ഫേമസ് ആയാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് പേര് പലർക്ക് നേരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ടൊരു വാർത്തയാണ് ഇന്നലെ വന്ന ഒരു ആരോപണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യങ് ആക്ടർ നിവിൻ പോളിക്കെതിരായിട്ട് വന്ന ആരോപണം. ആ ആരോപണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ദുബായിൽ വെച്ചിട്ട് പീഡിപ്പിക്കപ്പെട്ടു, കൂട്ടബലാത്സംഗം. അപ്പോൾ ഈ കൂട്ടബലാത്സംഗം നടന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളമോ ഇന്ത്യയോ അല്ല, ദുബായ് ആണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ദുബായ് പോലുള്ള രാജ്യത്ത് വെച്ചിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടും ആ വ്യക്തി അവിടെ യാതൊരു കംപ്ലൈൻറ്റും കൊടുക്കാതെ നാട്ടിൽ വരുന്നു, നാട്ടിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. സാധാരണ ദുബായ് നിയമം വെച്ചിട്ട് ഇത്തരം കേസുകൾ കംപ്ലൈൻറ്റ് ചെയ്യപ്പെട്ടാൽ ആ പീഡിപ്പിച്ച വ്യക്തികൾ പിന്നെ പുറം ലോകം കാണില്ല. അത്രയും സ്ട്രോങ് ആണ് അവിടുത്തെ നിയമം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്കാളും നിയമം വളരെയധികം ശക്തമാണ് ദുബായ്, സൗദി പോലുള്ള രാജ്യങ്ങളിൽ. എന്നിട്ടും എന്തുകൊണ്ട് ഇവർ അവിടെ കംപ്ലൈൻറ്റ് കൊടുത്തില്ല? അവിടെ കൊടുക്കാതെ നേരെ നാട്ടിൽ വന്നിട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ആ കംപ്ലൈൻറ്റിൻ്റെ ഒരു കോപ്പി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കോപ്പിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതിനകത്ത് പീഡനമൊന്നും പറഞ്ഞിട്ടില്ല. സർ, ഞാൻ പ്രൊഡ്യൂസർ AK സുനിൽ, ഫിലിം ആക്ടർ നിവിൻ പോളി തുടങ്ങിയ വ്യക്തികളുടെ പേരിൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഈ കേസ് കൊടുത്തതിന്റെ പ്രതികാരമായി നിവിൻ പോളി എന്നെ മുൻപ് ഭീഷണിപ്പെടുത്തിയതുപോലെ PR വർക്ക് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കുകയാണ്. ഹണി ട്രാപ്പിന് ശ്രമിച്ച കഞ്ചാവ് ദമ്പതികൾ പോലീസ് പിടിയിൽ എന്ന ന്യൂസ് ഫേക്കായി ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. ഇത്തരത്തിൽ ചെയ്യുമെന്ന് ആക്ടർ നിവിൻ പോളിയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ഭീഷണി എന്നെയും എൻ്റെ കുടുംബത്തെയും കൊന്നുകളയുമെന്നതാണ്. അതുകൊണ്ട് നിവിൻ പോളി എന്ന വ്യക്തിയുടെ ഭീഷണിയിൽ നിന്നും എന്നെയും കുടുംബത്തെയും രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. നിവിൻ പോളി അത്രയ്ക്ക് മണ്ടനാണോ? അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും സമൂഹത്തിൽ നല്ലൊരു ഇമേജും ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്തരത്തിൽ ഒരു സംഭവം ചെയ്യുമോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അതോടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്നലെ മീഡിയ വളരെയധികം ആഘോഷിച്ച ഒരു ന്യൂസായിരുന്നു നിവിൻ പോളിക്കെതിരായിട്ടുള്ള പീഡന ആരോപണം. ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ അവിടുത്തെ ഒരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത് നിവിൻ പോളി 6ാമത്തെ പ്രതിയാണ്. 1, 2, 3, 4, 5 പ്രതികളുടെ ഫോട്ടോ കാണിക്കാതെ നിവിൻ പോളിയുടെ മാത്രം ഫോട്ടോ കാണിച്ചതിന്റെ പിന്നിലുള്ള മീഡിയയുടെ ചേതോവികാരം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ. കാരണം എല്ലാവരും റേറ്റിംഗിന്റെ പിന്നാലെയാണല്ലോ. അതിപ്പോൾ ഏത് ചാനലും ആയിക്കോട്ടെ, ഞാൻ ഇന്ന ചാനലൊന്നും പറയുന്നില്ല, എല്ലാ ചാനലുകാരും റേറ്റിംഗിന്റെ പിന്നാലെയാണ്. അതുകൊണ്ട് തന്നെ നിവിൻ പോളി എന്നുള്ള പേര് കേൾക്കുമ്പോഴേക്കും ആൾക്കാർ ക്ലിക്ക് ചെയ്യും, നോക്കും, കാണും. സ്വാഭാവികമായിട്ടും അവരുടെ TRP കൂടും. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഈ കംപ്ലൈൻറ്റ് ഇത് ജൂണിൽ കൊടുത്ത കംപ്ലൈൻറ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കംപ്ലൈൻറ്റിനകത്ത് 2 പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ, AK സുനിലും നിവിൻ പോളിയും. ഇതിനകത്ത് പക്ഷേ പീഡന പരാതി പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇവരെ മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു, അത് കഴിഞ്ഞിട്ട് ഇവരെ കൊന്നുകളയുമെന്ന് പറയുന്നു, സോഷ്യൽ മീഡിയ വഴി PR വർക്കേഴ്സിനെ ഉപയോഗിച്ച് ഇവരെ അപമാനിക്കുന്നു. ഇത്തരം കേസുകളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് മറുപടി എന്നോണം നിവിൻ പോളി ഇന്നലെ വന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ നിവിൻ പോളി പറയുന്നുണ്ട്, ഇതിനു മുൻപ് ഒരു കേസ് ഉണ്ടായിരുന്നു, ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവർ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയില്ല. ഈ കംപ്ലൈൻറ്റിന്റെ ബേസിൽ പോലീസ് സ്റ്റേഷൻ തന്നെ വിളിച്ചു. അതിന്റെ പേരിൽ ഞാൻ അവിടെ ചെന്നു, സംസാരിച്ചു. ആ കംപ്ലൈൻറ്റിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം നിവിൻ പോളി അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിന് കൗണ്ടർ കംപ്ലൈൻറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞു വെറുതെ എൻ്റെ പുറകെ നടക്കണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നിവിൻ പോളി കംപ്ലൈൻറ്റ് കൊടുക്കാത്തതെന്ന് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ഓർത്താൽ അത് അയാളുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ ശരിയാണ്. കാരണം അയാളൊരു ആക്ടറാണ്, സൊസൈറ്റി അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനൊരു കേസിൻ്റെ പുറകെ തൂങ്ങിക്കഴിഞ്ഞാൽ അത് നാളെ മീഡിയ വേറെ ലെവലിലേക്ക് ആഘോഷിക്കും. ഇനി എനിക്ക് തോന്നിയ മറ്റൊരു സംശയം ചോദിച്ചാൽ, നിവിൻ പോളി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രൊഡ്യൂസറുടെ പേര് AK സുനിൽ എന്ന പ്രൊഡ്യൂസറുടെ പേര് പറയുന്നുണ്ട്. ഇത്തരം വ്യക്തികൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ പോലീസ് ഉറപ്പായിട്ടും അതൊരു വാർത്തയാക്കാൻ ശ്രമിക്കില്ലേ? ഇപ്പോൾ അത് വാർത്തയായതുപോലെ അന്നും അതൊരു വാർത്തയാവില്ലായിരുന്നോ? പക്ഷേ ഞാൻ എവിടെയും കേട്ടില്ല നിവിൻ പോളിക്ക് എതിരെ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട് എന്ന് ഞാൻ എവിടെയും ഒരു പത്രങ്ങളിലോ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളിലോ ഞാൻ കണ്ടില്ല.
എന്ന് കരുതി കേസില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇങ്ങനൊരു ആക്ടർക്ക് എതിരെ ഒരു ആരോപണം വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ന്യൂസിലൂടെ അത് അറിയേണ്ടതാണ്. പക്ഷേ എവിടെയും അറിഞ്ഞിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവര് News 18 ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അവരുടെ മുഖമൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട്. ആ ബ്ലർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ പലരും മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇവരുടെ പേരൊന്നും പറയുന്നില്ല. ഈ News 18 ആങ്കർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇവരോടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ എവിടേക്കോ കല്ല് കടിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് അവരുടെ മറുപടി വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ് നല്ലതെന്ന് തോന്നുന്നു. താങ്കളുടെ പേരടക്കം പറയുന്നതിന് പരിമിതിയുണ്ട്. കാരണം താങ്കൾ ഒരു പരാതിക്കാരിയാണ്. എന്തുകൊണ്ടാണ് ഈ നിവിൻ പറയുന്നത് എല്ലാം പച്ചക്കള്ളം? ഇന്നലെയാണല്ലോ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെ കള്ളങ്ങളാണ് നിവിൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽ? കാരണം ഞാൻ ഫസ്റ്റ് പരാതി കൊടുത്തത് ജൂണിലായിരുന്നു. ഇതൊരു കള്ള പരാതി ആയിരുന്നെങ്കിൽ അന്നേ വന്ന് പുള്ളിക്ക് ഇതുപോലെ മാധ്യമങ്ങളെ കണ്ട് ഇതിനുള്ള ഇത് പറയാമായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പരാതി കൊടുത്തപ്പോഴാണ് വീണ്ടും പുള്ളി ഇറങ്ങി വന്ന് ഇങ്ങനെ. അത് പുള്ളിയുടെ താല്പര്യമല്ലേ? നിവിൻ പോളി ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അവിടെ വെച്ചത് അവസാനിച്ചു. പോലീസുകാരും അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റും പറഞ്ഞു ഇനി അതിന്റെ പുറകെ തൂങ്ങണ്ട, അത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു വന്നതാണ്. അയാളുടെ താല്പര്യമാണ് അയാൾ പത്രസമ്മേളനം വിളിക്കണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് അയാളുടെ താല്പര്യമാണ്. എന്നിട്ട് നിവിൻ പോളി ഇന്നലെ പറഞ്ഞു, ഇന്നലെ എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പത്രസമ്മേളനം വിളിച്ചു എന്ന് ചോദിച്ചാൽ ഈ വാർത്ത വലിച്ചു നീട്ടി ദിവസങ്ങളോളം കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. പത്രസമ്മേളനം വിളിച്ചില്ലായിരുന്നുവെങ്കിൽ നിവിൻ പോളി ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പത്രസമ്മേളനം വിളിക്കുന്നു, അവിടെ വന്നിരുന്ന് അയാൾക്ക് പറയേണ്ട കാര്യങ്ങൾ അയാൾ പറയുന്നു. ബാക്കി തെളിയിക്കേണ്ടത് പോലീസും കോടതിയും കാര്യങ്ങളൊക്കെയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമൊക്കെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇവർ ഈ പറയുന്നതിൽ ന്യായമില്ല. കാരണം അയാൾ പത്രസമ്മേളനം വിളിക്കണോ, അയാൾ എപ്പോൾ അത് റിയാക്ട് ചെയ്യണമെന്ന് അയാൾക്ക് ഇഷ്ടമാണ്, അയാളുടെ ഇഷ്ടമാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ലേഡിക്ക് ഇപ്പോൾ വന്ന് ഇതൊരു ന്യൂസാക്കി മാറ്റി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാമെങ്കിൽ നിവിൻ പോളിക്ക് അന്ന് പത്രസമ്മേളനം വിളിക്കാൻ സൗകര്യമില്ലായിരുന്നു. അത്രേ ഉള്ളൂ. ഇതിന് മറുപടി അതാണ്. ബാക്കി നോക്കാം. ഇതൊരു കള്ള പരാതി ആയിരുന്നെങ്കിൽ അന്നേ വന്ന് പുള്ളിക്ക് ഇതുപോലെ മാധ്യമങ്ങളെ കണ്ട് ഇതിനുള്ള ഇത് പറയാമായിരുന്നു. കാരണം അന്നത്തെ പരാതി ഈ പറയുന്ന പോലെ എന്നെ ഭീഷണിപ്പെടുത്തി, അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള ലെവലിലായിരുന്നു. ഇപ്പോഴത്തെ പരാതി അങ്ങനെയല്ല, പീഡനമാണ്. വകുപ്പ് മാറാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തു. പീഡനം എന്ന് പറയുന്ന വാക്ക് ഒരു പക്ഷേ നിവിൻ പോളിയെ പോലെ ഇത്രയും സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി, സ്റ്റാർഡം മീൻസ് ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി പീഡിപ്പിച്ചു എന്ന ഒരു വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് കുടുംബമുണ്ട്, അയാൾക്ക് കുട്ടികളുണ്ട്, അയാൾക്ക് മാതാപിതാക്കളുണ്ട്, സൊസൈറ്റിയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഈ പറയുന്ന ആളുകളുടെ എല്ലാം മുന്നിൽ അയാൾ നോക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് അയാൾ വന്ന് റിയാക്ട് ചെയ്തു, ഞാൻ ഇതിൽ തെറ്റുകാരനല്ല, എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് അയാൾ റിയാക്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷവും അയാൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. അതുകൊണ്ട് അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് പത്രസമ്മേളനം വിളിച്ച് അയാളുടെ ഭാഗം അയാൾ സംസാരിച്ചു. അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കേണ്ടവർക്ക് അവിശ്വസിക്കാം, ഡസന്റ് മാറ്റർ. ബാക്കിയെല്ലാം നിയമത്തിന്റെ വഴിയിലേക്ക് പോകുമെന്ന് അയാൾ തന്നെ പറയുകയും ചെയ്തു. അതായത് ആദ്യം പരാതി നൽകിയത് ജൂണിലായിരുന്നു. ജൂണില് രണ്ടാമത്തെ പരാതി നൽകിയത് എപ്പോഴാണ്? എനിക്ക് ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് അതിന് യാതൊരു രണ്ടാമത്തെ പരാതി കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്പെഷ്യൽ ടീമിന് ഞാൻ പോയി കൊടുത്തത്. പറഞ്ഞോളൂ, ആദ്യത്തെ പരാതി നൽകിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ആദ്യത്തെ പരാതി നൽകിയപ്പോൾ എന്നോട് ഞാൻ അത് ഹർഷിത മേഡത്തിന് മെയിൽ അയക്കുകയായിരുന്നു. അത് ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലോട്ട് ഫോർവേഡ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ നമുക്ക് യാതൊരുവിധ നല്ലൊരു മുൻപോട്ടുള്ള നല്ലൊരു തീരുമാനമല്ല കിട്ടിയത്. അവർ പറഞ്ഞത് ദുബായിൽ നടന്നതായതുകൊണ്ട് തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇതിന് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് നമ്മളോട് പറഞ്ഞത്. ദുബായിൽ നടന്ന കേസ് അവർ വേറെന്താ പറയേണ്ടത്? ഇങ്ങനെയുള്ള ആളുകൾ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ ഒരു സ്ത്രീ വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ യാതൊരു എവിഡൻസും ഇല്ലാതെ, യാതൊരു തെളിവുമില്ലാതെ അവരെങ്ങനെ കേസെടുക്കും? ഇപ്പൊ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം, സ്പെഷ്യൽ ടീമും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ആരെന്ത് പറഞ്ഞാലും അവരങ്ങ് കേസെടുക്കുമായിരിക്കും. ഇവിടെ കേസ് പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇത് നടന്നത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ദുബായിലാണ്. അവിടെ വെച്ച് നടക്കുമ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. ഇവരത് ചെയ്തില്ല. അവിടെ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോ ഇവർ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷെ ദുബായ് പോലുള്ള രാജ്യത്ത് വെച്ച് ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് കൂട്ട ബലാത്സംഗം എന്നൊക്കെ പറയുമ്പോൾ എന്തുവാടേ, ചെറിയ കാര്യമാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് അവിടുന്ന് പൊടിയും തട്ടി നാട്ടിൽ വന്നിട്ട് ഇവിടെ കൊണ്ടൊരു ലോക്കൽ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് മൊഴി കൊടുത്തു. പരാതിയിൽ അത് എഴുതിയിട്ടുമില്ല. അതിന്റെ അറിവുകേടാണെന്ന് എനിക്ക് ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പുറത്തേക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം മുൻപ് ആക്ടർ സിദ്ദിഖിനെതിരായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്ത കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ആ കുട്ടി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതായത് ആ കുട്ടി ചൈന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ എടുത്ത് സ്പ്രെഡ് ചെയ്തതിന്റെ പേരിൽ അവിടെ നിന്ന് ബോയ്ക്കോട്ട് ചെയ്തു, ഡീപ്പോർട്ട് ചെയ്തു.
ഈ ഡീപ്പോർട്ട് ചെയ്ത ഒരു കാര്യം അയാളുടെ ലൈവിൽ വന്നിട്ട്, ആ കുട്ടിയുടെ ലൈവിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചപ്പോൾ നീ കൊണ്ട് കേസ് കൊടുക്ക്. ഇതേ ചോദ്യം ഇവിടെ ഇവരോടും ചോദിക്കുകയാണ്, ഈ പോലീസുകാർ ചോദിക്കുകയാണ്, നിങ്ങളിത് നടന്നത് എവിടെയാ? ദുബായിലാണ്, അവിടെ കേസ് കൊടുക്ക്. അല്ലാണ്ട് ഇവിടെ വന്ന് കേസ് തന്നിട്ട് എന്ത് കാര്യം? ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ലോക്കൽ സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ഇവരിനി തെളിവെടുപ്പിന് വേണ്ടി ദുബായിൽ പോകുമോ? എനിക്കറിയില്ല. നിവിൻ പോളി ഇവർക്കെതിരായിട്ട് എന്തുകൊണ്ട് സംസാരിച്ചു ഇന്നലെ വന്നിട്ട്, അതിന്റെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ആദ്യത്തെ അതേ പരാതി തന്നെയാണോ രണ്ടാമത്തെ പരാതിയും? കാരണം ആദ്യം ഞാൻ ചുരുക്കത്തിലാണ് കൊടുത്തത്. അത് കാരണം ഞാൻ ഇതൊരു പരാതി കൊടുത്തൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ എന്നെ ഉപദ്രവിച്ചു എന്ന്, ശാരീരികമായി ഉപദ്രവിച്ചു എന്നും അല്ലാതെ തല്ലി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിരുന്നു. ആ ഉപദ്രവിച്ചു എന്നുള്ളത് ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിരുന്നു. എനിക്ക് ശാരീരിക പീഡനം ഉണ്ടായി എന്ന് ഞാൻ സർക്കിളിന് മൊഴി കൊടുക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് കേൾക്കാനോ അത് ആ മൊഴിയിൽ എഴുതാനോ അവർ തയ്യാറായില്ല. ഊന്നുങ്കൽ സ്റ്റേഷനിലെ സർക്കിളിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവിടെ മൊഴി നൽകിയിട്ടും അദ്ദേഹം കേസെടുക്കാനും തയ്യാറായില്ലെന്ന് പറയുന്നു. അതിന് മറുപടി പറയേണ്ടത് അവിടുത്തെ CI ആണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരാതിയിൽ എഴുതിയില്ല, പക്ഷേ അവിടെ പോയിട്ട് മൊഴി കൊടുത്തു. ആ മൊഴി എങ്ങനെ അവർ വിശ്വസിക്കും? നടന്നിട്ടുണ്ട് എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ വിശ്വസിക്കും? ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അവർ കേസെടുക്കാത്തത്. ബാക്കി നോക്കാം. താങ്കൾ ആദ്യമേ പറഞ്ഞത് ഈ ഹർഷിത അട്ടല്ലൂരിക്ക് പരാതി നൽകിയെന്നല്ലേ? അതായത് ഞാൻ മേഡത്തിന് മെയിൽ ചെയ്തു. ഹർഷിത അട്ടല്ലൂരിക്ക് മെയിൽ ചെയ്യുന്നു ജൂൺ മാസം. ആ പരാതി പിന്നീട് ലോക്കൽ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ പോലീസ് മേഡത്തെ വിളിപ്പിച്ചു അല്ലേ? അതെ മേഡം, ഒരു ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ താങ്കളോടൊപ്പം തന്നെയാണ് ന്യൂസ് 18-നും. ആ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ നിവിൻ പോളി പറഞ്ഞത് നേരത്തെ മർദ്ദിച്ചു എന്നതായിരുന്നു പരാതിയെങ്കിൽ ഇപ്പോൾ അത് കൂട്ടബലാത്സംഗമായി മാറുന്നു. അതാണ് ഈ പരാതി വ്യാജമാണ് എന്ന് നിവിൻ പോളി സ്ഥാപിച്ചെടുക്കുന്നത്. എന്തുകൊണ്ടാണ് അന്ന് താങ്കൾ ഈ ബലാത്സംഗം പോലെയുള്ള ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള പരാതി നൽകാതിരുന്നത്? കാരണം എനിക്ക് ഒരു പരാതി എഴുതാനുള്ള എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ശാരീരിക ഉപദ്രവം എന്ന് എഴുതിയത് ഈ പീഡനമാണ്. പക്ഷെ പീഡനമെന്ന് നമുക്ക് പുറമെ എഴുതി വിടാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത് മൊഴിയിൽ പറഞ്ഞ, സർക്കിളിന്റെ അടുത്ത് മൊഴിയിൽ പറഞ്ഞു എനിക്ക് പീഡിപ്പിച്ചു എന്ന് ഞാൻ മൊഴിയിൽ കൊടുത്തതാണ്. പക്ഷെ അവർ ആ മൊഴിയിൽ റിപ്പോർട്ട് ചെയ്തില്ല. ശാരീരിക ഉപദ്രവം, എന്നെ തല്ലിയെന്നും ശരീരത്തിൽ അടിച്ചു എന്നും മർദ്ദിച്ചു എന്നും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സെയിം അതൊന്നും കൂടി കൂടുതൽ വിശദീകരിച്ച് ഇപ്പൊ ഒരു റിപ്പോർട്ട്, ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ കൂടുതൽ വിശദീകരിച്ച് എഴുതിയെന്നേ ഉള്ളൂ. അതിനകത്ത് എനിക്കൊരു സംശയം തരുമോ? കുറച്ചു മുന്നേ ഈ ഹർഷിത അട്ടല്ലൂരിയോ അങ്ങനത്തെ പേര് പറഞ്ഞല്ലോ, അതൊരു ലേഡി അല്ലേ? അപ്പൊ അവർക്ക് കൊടുത്ത കംപ്ലൈന്റിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നില്ല. അവർക്ക് മെയിൽ അയച്ചു എന്ന് പറഞ്ഞു, അതിനെ ഫോളോ അപ്പ് ചെയ്തോ? CI എന്ന് പറയുന്ന ഒരു പുരുഷനായതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ പോലും അവിടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ സ്ത്രീ എന്തുകൊണ്ട് ഈ ഹർഷിത അട്ടല്ലൂർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ, അവർ ADGP അങ്ങനെ എന്തോ ആണ്, അവരെ എന്തുകൊണ്ട് പേഴ്സണലി കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അയച്ച മെയിലിനെ ഫോളോ അപ്പ് ചെയ്യാനോ അവരോട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാനോ തയ്യാറായില്ല അന്ന്. എൻ്റെ അറിവുകേട് കൊണ്ടാണ് ഞാനത് പീഡനത്തെ ശാരീരിക അതിക്രമം എന്ന ലെവലിലേക്ക് എഴുതി കൊടുത്തെന്നാണ് പറയുന്നത്. നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടില്ല എന്നോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ ഞാൻ പറയുന്നില്ല, ഞാൻ വാദിക്കുന്നില്ല. അത് കോടതിയും പോലീസുകാരും തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കാരണം ലോക്കൽ സ്റ്റേഷനിൽ എനിക്ക് യാതൊരു നല്ല ഒരു നിയമ നടപടി കിട്ടിയില്ല. അപ്പോഴാണ് ഹേമ കമ്മിറ്റി വന്നതും ഈ സ്പെഷ്യൽ ടീമിനെ കുറിച്ച് ഞാൻ അറിയാനുണ്ടായത്. അപ്പം നമുക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടും, നിയമ നടപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൊണ്ടു കൊടുത്തത്. നിവിൻ പോളി ഇന്നലെ പറഞ്ഞത് ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്, ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകണം എന്നുള്ളതാണ്. അതായത് താങ്കളുടെ ഈ പരാതിക്ക് പിന്നിലൊക്കെ ചിലരുണ്ട് എന്നാണ്. താങ്കൾ ഒറ്റയ്ക്കാണോ? എന്റെ പരാതിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. ഇത് വേറെ ആരോടും ഞാൻ ഗൂഢാലോചന ചെയ്ത് നടത്തിയതല്ല. പിന്നെ നിവിൻ പോളിയാണ് ഒരു ഗ്യാങ്. ഞാൻ ആ ഗ്യാങ്ങിൽ കൂടാഞ്ഞത് കൊണ്ടാണ്, ആ സംഘത്തിൽ ചേരാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ നിവിൻ പോളി തർക്കിച്ചത് എന്റെ യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതാണ്. കാരണം എന്റെ തെളിവുകൾ ഒരു ഫോൺ ആയിരുന്നു. ആ ഫോൺ അവരുടെ കയ്യിലാണ്, നിവിൻ പോളിയുടെ കയ്യിലാണ്. അതുകൊണ്ട് എന്താ പ്രശ്നം? അതായത് ഒരു ഫോൺ, ഇപ്പൊ എന്റെ ഒരു ഫോൺ മറ്റൊരാളുടെ കൈവശമായി പോയി എന്ന് കരുതി ഞാനും അയാളും തമ്മിൽ ഒരു കോൺടാക്ട് ഉണ്ടായിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഞാനും അയാളും തമ്മിൽ വാട്സാപ്പിലോ മറ്റേത് രീതിയിലാണെങ്കിലും ഫോൺ ത്രൂ കോൺടാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ ഉണ്ടാവുമെന്ന് നിർബന്ധമില്ല. പോലീസുകാർ വിചാരിച്ചാൽ ഞങ്ങൾ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ചാറ്റ്സോ കാര്യങ്ങളൊക്കെ പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് അതേക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവർ ആ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. നിവിൻ പോളിയുടെ കയ്യിലായിപ്പോയി എൻ്റെ ഫോൺ, അതുകൊണ്ടാണ് നിവിൻ പോളി ഇതിനകത്ത് തെളിവുകളില്ല എന്നൊക്കെ പറയുന്നത് എന്ന രീതിക്ക് ആരോപിക്കുന്നത്. അത് അറിവുകേടാണോ അതോ അബദ്ധം പറഞ്ഞു പോയതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. പോലീസുകാർക്ക് തെളിയിക്കണമെങ്കിൽ ഈസി ആയിട്ട് തെളിയിക്കാം.
ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഒരാളാണോ നിവിൻ പോളി? അതിന്റെ പേരിലാണ് തെളിവുകളില്ല എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിച്ചതെന്ന് പറയാനായിട്ട്. ഡിജിറ്റൽ എവിഡൻസ് ഡെഫിനറ്റ്ലി റിക്കവർ ചെയ്യാൻ പറ്റും. ഇവരുടെ ഫോൺ തല്ലിപ്പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞോട്ടെ, എന്നാൽ പോലും അതിനകത്തുള്ള ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും? റിക്കവർ ചെയ്യാൻ പറ്റും ത്രൂ സൈബർ സെൽ. ഇപ്പോൾ വാട്സപ്പ് ചാറ്റ്സോ അല്ലെങ്കിൽ ഫോൺ കോൺടാക്ട്സോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നതിലോട് എനിക്ക് യോജിക്കാനാവുന്നില്ല. ആ ഗ്യാങ്ങിന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ടാണ് 100% തെളിവുകളൊന്നും ഇല്ല എന്ന് നിവിൻ പോളി തർക്കിക്കുന്നത് പറഞ്ഞു. പക്ഷേ അങ്ങനെ തർക്കിച്ചാൽ പോലും ഇതൊരു സൂപ്പർമാളി, ഇത് എവിടെ വെച്ചാണ് താങ്കൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടത്? ഞാൻ ദുബായിൽ വെച്ചിട്ടായിരുന്നു. ആ സമയത്ത് നിവിൻ പോളിയും ഒപ്പം താങ്കൾ ഉന്നയിക്കുന്ന ഈ ആളുകളുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഈ അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പാസ്പോർട്ട് അടക്കം ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ടിപ്പോൾ താങ്കളുടെ ഫോൺ അതാണ് ഞങ്ങളുടെ ലോക്കൽ സ്റ്റേഷനോട് നമ്മളുടെ തെളിവുകൾ ഇപ്പൊ ഒന്നുമില്ല. നമ്മളിപ്പോ പറഞ്ഞോളൂ. നമ്മൾക്ക് തെളിവുകൾ കേരള പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ദുബായിൽ നടന്ന സംഭവത്തിന് ദുബായിലാണ് കേസ് കൊടുക്കേണ്ടത്, ഇവിടെയല്ല, ഞങ്ങൾക്ക് അതൊന്നും അന്വേഷിക്കാനുള്ള ടൈമില്ല എന്നാണ് നമ്മുടെ ലോക്കൽ സ്റ്റേഷനിലുള്ള നമുക്ക് കിട്ടിയ നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ഇവർ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണ്, അത് എനിക്ക് പേര് കറക്റ്റ് അറിയത്തില്ല, പുതുതായിട്ട് വന്ന ഒരാളായിരുന്നു. ഞാൻ ആദ്യം കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ വേറെ സർക്കിളായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സർക്കിൾ ചേഞ്ച് ആയിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് വേറെ സർക്കിൾ വന്നത്. പേര് കറക്റ്റ് എനിക്ക് അറിയില്ല. അതായത് നിങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണ് എന്ന് പോലീസ് ആക്ഷേപിച്ചു? പോലീസല്ല, ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം ഈ നിവിൻ പോളി അടക്കമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ വഴി നമ്മളെ വ്യാജ പ്രചാരണത്തിലുള്ള നമ്മളെ നാറ്റിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണ്, വമ്പന്മാരെ വല വീശി പിടിക്കാനായിട്ട് നടക്കുകയെന്ന് പറയുന്നത് നമുക്കൊരു ഇത് വന്നിരുന്നു. ഞങ്ങൾ അതും കൊണ്ട് ഞങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അതിനും തെളിവുകളൊന്നും ഇല്ല എന്നും പറഞ്ഞ് അവർ നമ്മളെ ഉഴപ്പി വിടുകയാണ് ചെയ്തത്. ഈ ഫോൺ ആരാണ് പിടിച്ചു വാങ്ങിയത്? ഈ നിവിൻ പോളി ഗ്യാങ് ആണ്. അന്ന് ഇവരെന്നെ റൂമിൽ 3 ദിവസം ലോക്ക് ചെയ്തിട്ടപ്പോൾ എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നത്, ഇവരോട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്തതും മെസ്സേജും ഇവരുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോകളും ഒക്കെ ഉള്ളത് ആ ഫോണിലായിരുന്നു. ആ ഫോൺ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്ന സമയത്ത് എനിക്ക് അതൊന്നും എടുത്തുകൊണ്ട് അവരെ ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങ് പോന്നു. എന്റെ ഒരു ഫോൺ അവരുടെ കയ്യിലാണ്. ഈ ഇവരുടെ കയ്യിലായിരുന്നു ഈ ഫോണൊക്കെ. പിന്നെ ഇവരെന്റെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടില് ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു, ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ഹാക്ക് ചെയ്യുകയും മെയിൽ ഐ ഡി ഹാക്ക് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരാണ്. അതായത് അവരാണ് കോൾ എടുക്കുന്നത്. അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണ് അറിയുന്നത് ഇവർക്ക്. താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു. വീട്ടിലോ? താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലോ? അതെ അതെ, നാട്ടിലുള്ള വീട്ടില്. ആ നാട്ടിലുള്ള വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡിന്റെ ഫാമിലി എവിടെ? അല്ലല്ല, ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഇവർ അതിക്രമിച്ച് കയറിയോ? അതായത് പുള്ളി പുറത്തു പോയ സമയം, പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ പുള്ളി പുറത്തു പോയ സമയം ഇവര് വന്ന് ക്യാമറ വെച്ചിട്ട് അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കയറിയത് അല്ലേ? അതായത് അവര് പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി. അല്ല, പുറത്ത് CCTV വെച്ച് കഴിഞ്ഞാലും അതിന്റെ റിസീവറും റെക്കോർഡും എവിടെ വെച്ചു? അതിന്റെ മെഷീൻ ഇവർ റിമോട്ടിലായിട്ട് കണക്ട് ചെയ്തു. പക്ഷെ എങ്കിലും ആ സാധനം കാണുമ്പോൾ അറിയാലോ ക്യാമറ പുറത്തുകൂടിയാണ് എടുത്തിരിക്കുന്നെങ്കിൽ. ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ആ റൂമിൽ വെച്ചിട്ട് ഇവർ എന്റെ കൈകളിലാണ്, നീ പറയണ എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ? വീട്ടിൽ വെച്ച CCTV കണ്ടെത്തിയോ? വീട്ടിൽ വെച്ച CCTV കണ്ടില്ല. പിന്നെ ഇവർ വന്ന് അത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം. കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട്. വാതിൽ തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന് CCTVയോ മറ്റു ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ? അതായത് ഇവർക്ക് അറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കും. ഞങ്ങളുടെ ഫോണിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണേ എന്താണ് സംസാരിക്കുന്നതെന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും മെസ്സേജ് അയച്ച് ഹാക്ക് ചെയ്തു. അപ്പോൾ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോകാൻ? അതായത് മേക്ക് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് ചെയ്യാൻ. ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ല. കാരണം അത് എന്റെ 2 ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത. നാട്ടിലെ സിം ഇട്ട ഒരു ഫോണും അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണുമായിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറയുന്നു, ഇപ്പോൾ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയുന്നു.
എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴേക്കും എനിക്ക് അത്ര ജെന്യൂനായിട്ട് തോന്നുന്നില്ല ഈ കംപ്ലൈൻറ്റ്. എന്തായാലും നിവിൻ പോളിയും നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനെല്ലാം ഉപരി എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമാണ് സിനിമാ മേഖലയിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ചെന്നൈയിലുള്ള ഒരു സിംഗർ, അവർ വളരെ ശക്തമായിട്ട് ആഷിഖ് അബു അതുപോലെ റിമ കല്ലിങ്കൽ, ഈ 2 വ്യക്തികൾക്കെതിരായിട്ട് വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രഗ്സിൻ്റെ യൂസേജ് ഇവരുടെ ഫ്ലാറ്റിലോ ഇവരുടെ റിസോർട്ടിലൊക്കെ അല്ലെങ്കിൽ ഇവരുടെ വീടുകളിലൊക്കെ പാർട്ടികൾ സംഘടിപ്പിച്ചിട്ട് ഡ്രഗ്സ് പെൺകുട്ടികൾക്കും അതുപോലെ ചെറുപ്പക്കാർക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഒരു മീഡിയയും ചർച്ച ചെയ്തിട്ടില്ല, ഒരു മീഡിയയും വാർത്തയാക്കിയിട്ടില്ല. ആർക്കും അതിൻ്റെ പിന്നാലെ പോകാൻ താല്പര്യമില്ല. എനിക്കതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നിപ്പോൾ ഡയറക്ടർ രഞ്ജിത്തിന് ജാമ്യം കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കോഴിക്കോടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പീഡന ആരോപണത്തിൽ ഡയറക്ടർ രഞ്ജിത്ത് ഈ ചെറുപ്പക്കാരൻ്റെ നഗ്നമായ ഫോട്ടോസ് എടുത്തിട്ട് ഒരു നടിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ നടി WCC മെമ്പറാണ്. എന്തുകൊണ്ട് WCC അതിനെതിരെ സംസാരിച്ചില്ല? എന്തുകൊണ്ട് ആ നടിയെ WCCയിൽ നിന്ന് പുറത്താക്കിയില്ല? അവർക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. എനിക്ക് ഫോട്ടോ അയച്ചിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ അവർ നിഷേധിച്ചു, അവർക്ക് ഫോട്ടോ കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെ പറയുമ്പോൾ അത് കിട്ടിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. കാരണം ഒരു സ്ത്രീ ഒരു പുരുഷന് നേരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയാണെങ്കിൽ, സ്ത്രീക്ക് അവിടെ യാതൊരു ബാധ്യതയില്ല ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ. പക്ഷെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയാണെങ്കിൽ, ഇവിടെ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് മറ്റൊരു ആളുടെ നഗ്നമായ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കിട്ടിയിട്ടില്ല എന്ന് ഈ സ്ത്രീ പറയുകയാണെങ്കിൽ, അത് കിട്ടിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ സ്ത്രീക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ആരോപണ വിധേയയായ വ്യക്തിയെ എന്തുകൊണ്ട് WCC നിന്ന് പുറത്താക്കുന്നില്ല? WCC എന്തുകൊണ്ട് അതിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ റിയാക്ട് ചെയ്തില്ല? അതുപോലെ ഈ പറയുന്ന റിമ കല്ലിങ്കലിനെതിരെ വന്ന ആരോപണം എന്തുകൊണ്ട് WCC റിയാക്ട് ചെയ്യുന്നില്ല? WCC എപ്പോഴും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഇടപെടാറുള്ളൂ. അവരെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളിലും അവർ ഇടപെടാറില്ല. നടിയെ ആക്രമിച്ച കേസിന് ശേഷമാണ് WCC ഫോം ചെയ്യുന്നത്. അതിനുശേഷം ഇവർ ഈ പറയുന്ന ഹേമ കമ്മിറ്റി വേണമെന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നു. സംഭവങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ WCC ഫോം ചെയ്തതിന് ശേഷം നടന്ന എത്ര കേസുകളിൽ ഇവർ ഇടപെട്ടിട്ടുണ്ട്? എത്ര സാധാരണ സിനിമാ പ്രവർത്തകരുടെ കേസുകളിൽ ഇവർ ഇടപെട്ടിട്ടുണ്ട്? ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ പോകുന്ന ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഇവരുടെ ഒരു വിഷയം വന്നാൽ ഈ WCC മെമ്പേഴ്സിനെ ഒന്ന് റീച്ച് ചെയ്യാൻ പറ്റും അവർക്ക്. അപ്പോൾ ഈ സാധാരണക്കാർ എങ്ങനെയാണ് WCC പോലുള്ളൊരു സംഘടനയെ കണക്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എനിക്ക് പേഴ്സണലി ഉണ്ട്. എനിവേ, നിവിൻ പോളിക്കെതിരായിട്ടുള്ള ആരോപണം അത് എത്രയും പെട്ടെന്ന് തെളിയിക്കട്ടെ, പുറത്തു വരട്ടെ. അത് വ്യാജമാണെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച വ്യക്തികളെ ശക്തമായിട്ട് ശിക്ഷിക്കുക തന്നെ വേണം. അതല്ല അത് സത്യമാണെങ്കിൽ നിവിൻ പോളിയെ ശിക്ഷിക്കണം. ഇതാണ് എൻ്റെ പക്ഷം. താങ്ക് യു.